ഹലോ ഗ്രീൻ ടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ മണ്ണുത്തി പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബുധനാഴ്ചയാണ്. അപ്പോൾ അത് കണ്ട് അവിടെ കോഴീനും ടർക്കി എല്ലാ സാധനത്തിനും കിട്ടായിരുന്നു. അപ്പം നമ്മൾ താറാവ് കഴിഞ്ഞു. അപ്പോൾ അത് കാരണം നമുക്ക് പോയി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ താറാവ് ഇനി 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയണം. അത് കഴിഞ്ഞാലാണ് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ ഫാമിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ അവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളെ കുറച്ചെടുത്തു. പിന്നെ ബാക്കിയൊക്കെ സെയിലായി പോയി. അപ്പോൾ ഇനി 1.5 മാസം കഴിഞ്ഞിട്ട് വിളിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കാടക്കോഴീൻ്റെ എടുത്തേക്കണം കേട്ടോ. കാടക്കോഴി ഇപ്പോൾ 4 എടുത്തുണ്ട്. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ ബ്രോയിലർ താറാവിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതുപോലെ തന്നെ നല്ല മഴക്കാരുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ രീതിയിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയാറ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അത് കാരണം സൗണ്ട് ഇതിൽ വോയിസ് ഞാൻ വേറെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപിടിക്ക് പോകാം. ഇതിലാണ് ഇപ്പോൾ നിലവിൽ കോഴീനെ ഇട്ടേക്കണത്. 1 മാസം 2 മാസം വരെ നമ്മൾ ഇതിലിടാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് വലിപ്പമായാൽ മാത്രം നമുക്ക് നമ്മുടെ വലിയ കുട്ടിക്ക് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ താറാവ് ടർക്കിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഇപ്പോൾ നമ്മൾ ലൈറ്റ് കിടത്തിയേക്കാണ്. നമ്മളൊരു 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് കിടത്താറുണ്ട്. വൈകുന്നേരം ഫുൾ ടൈം ഇടും. കാലത്തൊരു 10 മണി വരെ ഇടും. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫാക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ലൈറ്റ് ഇടാത്തത്. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ പുതിയ കാടക്കോഴി. എനിക്ക് ഇതിനെ എടുക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇത് നോക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാടക്കോഴീനെ. ഞാൻ 1-2 പ്രാവശ്യം എടുത്തിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. അത് കാരണം ഞാനിതിനെ ബൾക്കായിട്ട് എടുക്കാറില്ല. പിന്നെ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ ചുറ്റും നമ്മൾ നെറ്റ് ഇട്ട് കൊടുത്ത കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെ വാങ്ങിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ അയച്ചിടാൻ വേണ്ടിയിട്ട് വാങ്ങിയത് 14 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊടുക്കാനുള്ളത് ഉണ്ടാവില്ല. കൊടുക്കണമെങ്കിൽ ഒരു 1000-500 വേണം. എന്നാലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് വളർത്തുന്നവരാണെങ്കിലും അത്ര എടുത്താലാണ് രണ്ടും കിട്ടുള്ളൂ. പൂവിനും പെടയ്ക്കായിട്ട് തിരിച്ച് കിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അയച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വാങ്ങിയത്, കാടക്കോഴിനെ വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ 2 ആഴ്ചത്തെ ടർക്കിയും കോഴികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രോയിലർ താറാവ് വാങ്ങിയിട്ടുണ്ട്. ബ്രോയിലർ താറാവ് നമ്മുടെ കയ്യിൽ ഉള്ളത് കഴിഞ്ഞു, സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർ രണ്ടുപേരാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊരു ദിവസം പ്രായമായതാണ് കേട്ടോ. ഒരു ദിവസം പ്രായമായത് 9 രൂപയാണ്. അത് ഒരു ദിവസം പ്രായമായത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള തീറ്റ കണക്കെന്ന് പറയുന്നത് ഒരു ദിവസം 1 രൂപ വെച്ചിട്ടാണ് കൂട്ടണത് കേട്ടോ. 2 ദിവസമാണെങ്കിൽ ഇപ്പം ഞാൻ 9 രൂപയ്ക്ക് വാങ്ങി. അപ്പം ഞാൻ ഇത് 10 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ തീറ്റയും പിന്നെ അതുപോലെ പ്രൈസ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിത് കൊടുക്കണില്ല. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. 1 രൂപ കൂടും. പിന്നെ അതുപോലെ തന്നെ ടർക്കിയും കോഴിക്കൊക്കെ 2 രൂപ ഒക്കെ വെച്ചിട്ടാണ്. ടർക്കിക്ക് ചിലർ 3 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഴിക്ക് 2 രൂപയും അങ്ങനെയാണ് കൊടുക്കുന്നത്. വില നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങിയ പൈസ വാങ്ങിയെന്ന് പറയാനായിട്ട് ടർക്കിനൊരു 120 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി 2 രൂപ വെച്ചിട്ട് കൂടും ഒരു ടർക്കിക്ക്. അപ്പോൾ കോഴിക്കാണെങ്കിൽ 2 രൂപ വെച്ച് കൂടും. കോഴിയാണെങ്കിൽ 34 രൂപ 35 രൂപയ്ക്ക് കോഴി വാങ്ങിക്കുന്നത്. അപ്പോൾ അതിലും 2 രൂപ കൂടും. അങ്ങനെയാണ് വീട്ടുകളിലെ പൈസ കണക്കാക്കുന്നത് കേട്ടോ. ഒരു 3 രൂപ കൊടുക്കുന്നുണ്ട്, ചിലർ 5 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ പൈസ കൂട്ടുന്നുണ്ട്. ടർക്കിക്കൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. ഇപ്പം 2 ആഴ്ച എത്തിയ ടർക്കിയാണ് നമ്മുടെ ഉള്ളത് കേട്ടോ. കൊടുക്കണില്ല. ഇവരെ പല കളറായ കാരണം നമ്മൾ ഇവരെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിർത്തിയേക്കണം കേട്ടോ അവരെ. പിന്നെ അതുപോലെ തന്നെ താറാവിനെ വാങ്ങിയിട്ട് കേട്ടോ. ഈ ബ്രോയിലർ താറാവ് എന്ന് പറഞ്ഞാൽ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ബ്രോയിലർ താറാവിനെ വാങ്ങി. അതിൽ ഒരെണ്ണം കാലിന് വയ്യാത്ത കാരണം കൊണ്ട് അതിന് പൈസ ഒന്നും ഈടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ 85 രൂപയ്ക്ക് അല്ലെങ്കിൽ 90 രൂപയ്ക്ക് നമുക്ക് കിട്ടണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ആലപ്പുഴ എന്നുള്ളൊരു ചേട്ടൻ വിരിക്കാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് വിരിഞ്ഞുള്ളൂ, ബാക്കിയൊന്നും വിരിഞ്ഞില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വിറ്റുങ്ങളെ ആളെടുക്കാൻ വന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് തന്നു. 2 നാടനുണ്ട്, ബാക്കി 6 ബ്രോയിലറാണ്. പക്ഷേ ബ്രോയിലറിൽ നാടൻ ക്രോസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവരിത് വിരിയിക്കാൻ കൊണ്ടുവന്നത്.
പിന്നെ ഇതിൽ ഒരു താറാവിൻ്റെ കാലിന് വയ്യ. അത് കാലിന് വയ്യ വെച്ചാൽ അത് ജനിച്ചപ്പോൾ തന്നെ കാലിന് ഇത്തിരി പരിക്കുള്ള കൂട്ടത്തില്ല. പക്ഷേ ഇത് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ വീണ് കിടക്കാണ്, മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർ മേലേക്ക് കയറി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ടോ നടക്കണമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ പെട്ടാൽ പോലും അതിന് മര്യാദയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ബലം കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പരമാവധി രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നോക്കണം. ഇത് ഇങ്ങനത്തെ കാര്യത്തിലായതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടുള്ളൂ കേട്ടോ, എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ തന്നെ ഈ ടർക്കികളാണെങ്കിൽ ഇപ്പത്തേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചാടി വന്നാലും ഇതിൻ്റെ മേൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ചാവാൻ ചാൻസ് കൂടുതലാണ്. രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഉള്ളത് അപ്പം തന്നെ എല്ലാവർക്കും ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു. ഗ്ലൂക്കോസ് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയും ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കൊടുത്ത കാരണം കൊണ്ട് അത്യാവശ്യം ഇവറ്റുള്ള വയ്യായൊക്കെ മാറിയിട്ടുണ്ടാവണം. ബുധനാഴ്ച നമ്മൾ ഈ ഗിനിക്കോഴിനെ കൊണ്ടുവന്നിട്ട് ഇവരെ വലിയ ഈ കൂട്ടിൽ അയച്ചിട്ടിട്ട് ഈ ഗ്രില്ലിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് നേരെ നമ്മുടെ പിങ്കിൻ്റെ അടുത്തേക്ക് പോയി. അത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കൂട്ടിലാക്കി ഇട്ടേക്കാണ് ഇവരെ, അല്ലെങ്കിൽ ഇവർ ചാടി പോകണമെന്ന് അറിയില്ല. 14 എണ്ണം എണ്ണി നോക്കിയപ്പോൾ 13 ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഈ കൂട്ടിക്കാക്കി ഇതിൻ്റെ മുകളിൽ ഒരു കവറിട്ട് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ടർക്കി ഇതിൻ്റെ ഇറങ്ങാൻ ചാൻസ് കൂടുതലുണ്ട്. ടർക്കിക്ക് ബോധം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ അതാണ് ഇതിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ചവിട്ടി കൂട്ടി ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് അടച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ യൂട്യൂബുകാരെ പോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.